നമുക്കൊരു സിറ്റുവേഷൻ ആലോചിച്ചു. നിങ്ങൾക്കൊരു 25-30 വയസ്സായി. ഈ 25-30 വയസ്സ് നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു, നിങ്ങളൊരു ജോലി അന്വേഷിക്കുകയാണ്. ഒരു ജോലിക്ക് ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് സെറ്റായി, നിങ്ങൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ അവിടെ പോയി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു, തിരിച്ച് നിങ്ങൾ വീട്ടിൽ പോകും. എന്നാൽ പിറ്റേ ദിവസം നിങ്ങളെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ് വരുന്ന ഒരു കോള് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്നില്ലാന്ന് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ വേണം ഇത് ഡിസ്കസ് ചെയ്യാൻ, സാലറി എത്ര ചോദിക്കണം, ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പൊ എന്താ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അമ്മ ഇത് ഏറ്റെടുക്കുകയാണ്. ഇതൊരു സിറ്റുവേഷൻ ആണ്, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ അമ്മ അവരോട് സംസാരിക്കുന്നു, എന്റെ മകനോ മകൾക്കോ ഇന്ന രീതിയിലുള്ള ഒരു ജോലിയാണ് ആവശ്യം, അവർക്ക് ഇത്ര സാലറി വേണം, ഇത്ര നാൾ കഴിഞ്ഞിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ജോലി, അപ്പൊ ഇത്ര സാലറിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ വർക്ക് ഫ്രം ഹോം ആണോ, ഡെയിലി ഓഫീസിൽ വരണോ, വർക്ക് ഫ്രം ഹോം ആയിരിക്കും എന്റെ മകൾക്ക് നല്ലത് അല്ലെങ്കിൽ മകന് നല്ലത് എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ ഒരു HR-ഉമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പാരന്റ് ആണ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന പലരുടെയും ലൈഫിൽ ഇത് നടന്നിട്ടുണ്ടാവാം. കാരണം ഞാനിത് വെറുതെ പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ല. പല വലിയ കമ്പനികളുടെ HR മാനേജേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, പാരന്റ്സ് അവരുടെ മക്കൾക്ക് വേണ്ടി പല ജോബ് ഫെയേഴ്സ് അറ്റൻഡ് ചെയ്യുകയും ഈ ജോബ് ഫെയേഴ്സിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നെഗോഷിയേഷൻസും അവരുടെ ആവശ്യങ്ങളും ഇതെല്ലാം കമ്പനിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പോലും പല പാരന്റ്സ് ആണത്ര. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്തിനാ ഈ ഒരു കഥ പറയുന്നതെന്നല്ലേ. നമുക്ക് ഇനി ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിനുള്ളിലുള്ള നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് നേരെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ കുട്ടികളുടെ പല കാര്യങ്ങളും നിങ്ങൾ തന്നെയാണോ ചെയ്തു കൊടുക്കുന്നത്? പല പ്രാവശ്യമായിട്ടും. സ്കൂളിൽ ഒരുപാട് ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മുടെ ആവശ്യം അവർക്ക് ഉണ്ടാവും അല്ലേ. പക്ഷെ കുറച്ചുകൂടി വലിയ കുട്ടികളായി അവരവരുടെ തനിയെ ഹോംവർക്കുകൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, തനിയെ അവർക്കുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്തിരുന്ന് അങ്ങനെ നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു ഹെലികോപ്റ്റർ പാരന്റ് ആയിരിക്കും. അതെ, ഹെലികോപ്റ്റർ പാരന്റിങ്. ഇത് നിങ്ങൾക്കൊരു പുതിയൊരു വാക്കായിരിക്കും. ഇതെന്താ ഈ ഹെലികോപ്റ്റർ പാരന്റിങ്? കുറച്ചു കാലത്തിന് മുന്നേ വരെ എനിക്കും ഇതൊരു പുതിയ വാക്കായിരുന്നു. അപ്പൊ എന്താണ് ഹെലികോപ്റ്റർ പാരന്റിങ്? അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് ശരിക്കും സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ എടുക്കാം. നിങ്ങളുടെ കുട്ടി ഒരു 6 വയസ്സ് 7 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് ഒക്കെയുള്ള നിങ്ങളുടെ ഒരു കുട്ടി, അതിന് മുകളിലേക്കുള്ള നിങ്ങളുടെ ഒരു കുട്ടി കുഞ്ഞ് ഹോംവർക്ക് ചെയ്യുകയാണ്. അവൻ പെൻസിലോ പേനയോ ഉപയോഗിച്ച് ഒരു ദിവസം വൈകിട്ടിരുന്ന് ഹോംവർക്ക് ചെയ്യുകയാണ്. നിങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ അവനെ സഹായിക്കാനിരിക്കുകയാണ്. അവൻ എന്തെങ്കിലും ഡൗട്ട് വരാം, അപ്പോൾ അമ്മയുടെ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ അച്ഛൻ്റെ ഹെൽപ്പ് വേണം, അങ്ങനെ അവനെ സഹായിക്കാൻ നിങ്ങൾ ഇരിക്കുകയാണ്. ശരി തന്നെ. പക്ഷെ അവൻ പെട്ടെന്ന് അവൻ എഴുതുന്നതിൻ്റെ ഇടയിൽ, പെൻസിൽ കൊണ്ട് അവൻ എഴുതുന്നതിനിടയിൽ അവന് ഒരു തെറ്റ് പറ്റും. അപ്പൊ അവന്റെ കൈ ഇറേസറിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ കൈ ഇറേസറിലേക്ക് പോകുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് അത് മായ്ച്ചു കൊടുത്ത് അവനെ സഹായിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒരു ഹെലികോപ്റ്റർ പാരന്റ് ആവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. ഈ ഒരു സിറ്റുവേഷൻ മാത്രമല്ല, മറ്റ് പല സിറ്റുവേഷനുകളിലും കുഞ്ഞുങ്ങളുടെ ഹോംവർക്കിന് സഹായിക്കുക, എക്സിബിഷൻ പ്രോജക്റ്റ് ഇതുകൾക്കൊക്കെ സഹായിക്കുക എന്നുള്ളത് സാധാരണ എല്ലാ പാരന്റ്സും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അമിതമായി അവരെ സഹായിക്കാറുണ്ടോ? ഒരു പ്രാവശ്യം ഹോംവർക്ക് എഴുതി കൊടുക്കുക, പിന്നീടും എഴുതി കൊടുക്കുക, അങ്ങനെ പലവട്ടം സ്ഥിരമായി അവരുടെ ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്കൂളിൽ തെറ്റുപറ്റുകയോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ബ്ലെയിം നിങ്ങൾ ഏറ്റെടുക്കുക. എൻ്റെ മോൻ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, അവൻ നല്ല മിടുക്കനാണ്, അവന് പറ്റുന്ന ചെറിയ തെറ്റുകൾ പോലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോഴും നിങ്ങൾ അവനെ ബ്ലെയിം ചെയ്യില്ല, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, അവൻ്റെ ഫ്രണ്ട്സിനെ ബ്ലെയിം ചെയ്യുക, അതുപോലെ അവൻ്റെ ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യുക, അവന് മാർക്ക് കുറയുകയാണെങ്കിൽ. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, ഓവർ ഇൻവോൾവ് പാരന്റ്. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിരുന്നു, ഡിഫറെൻറ്റ് പാരന്റിങ് സ്റ്റൈലിനെ കുറിച്ചിട്ട്. ഓവർ ഇൻവോൾവ് പാരന്റ് എന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ആയിട്ട് സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ് ആണ്. അപ്പൊ ഇതിലെന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഒന്നും തനിയെ ചെയ്യാൻ സമ്മതിക്കില്ല. അവർ മിടുക്കനാണ്, അവനൊരു ബുദ്ധിമുട്ടുണ്ടാവും, അവനത് എല്ലാം ഈസി ആയിട്ട് നടക്കണം എന്നുള്ളത് കൊണ്ടിട്ട് പാരന്റ് ഇൻവോൾവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കുന്ന
ഒരു രീതിയാണിത്. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് തോന്നത്തില്ല, ഓക്കെ നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്യല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷെ വേണം, നമ്മൾ അത്യാവശ്യം കുട്ടികളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്. പക്ഷേ എങ്കിലും എപ്പോഴും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു സിനാരിയോയിലേക്ക് നമുക്ക് വീണ്ടും പോകാം. ഒരു 25-30 വയസ്സ് വരുമ്പോഴത്തേക്കും ഒരു ജോലിക്ക് വേണ്ടി ഒരു HR മാനേജറിനോടുള്ള ഒരു സംസാരം പോലും ഒരു പാരന്റ് ആണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ, എന്തായിരിക്കാം ആ ഒരു കമ്പനി ആ ഒരാളിനെ കുറിച്ച് വിചാരിക്കുന്നത്? ഇവന് തനിയെ ഒരു തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ തനിയെ ഒരു ജോബ് ചെയ്യാനോ കഴിവുള്ള ഒരാളായിട്ട് അവർക്ക് തോന്നുമോ? അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ജീവിതത്തിൽ നമ്മളൊരു കുട്ടിയെ വളർത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ തനിയെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളർച്ചയാണ് നമുക്ക് കൊടുക്കുന്നത്. അതാണോ ശരിക്കും നമ്മൾ വേണ്ടത്? അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആവാനും അവർക്ക് തനിയെ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരികയും എല്ലാത്തിനും ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം എന്നുള്ളൊരു ചിന്ത അവനിൽ ഉണ്ടാവും. എപ്പോഴും പാരൻസ് ഹെൽപ്പ് ചെയ്ത് ഒരു ബാങ്കിൽ പോകുന്ന ഒരു കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ തനിയെ ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ അവൻ്റെ തന്നെ ലൈഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ, ഇതിലെല്ലാം അവന് ഒരു പാരന്റിന്റെ ഇൻവോൾവ്മെന്റ് വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു തരത്തിലേക്ക് പോകും. ഇങ്ങനെ വളർന്നു വരുന്ന ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ കല്യാണത്തിന് ശേഷം അവരുടെ പാർട്ട്ണറുമായിട്ട് ചിലപ്പോൾ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആവാനും സാധ്യതയുണ്ട്. എല്ലാം അവരിലൂടെ നടക്കണം, തനിയെ ഒരു കാര്യം തീരുമാനിച്ച് ഇന്നതായിരിക്കും എനിക്ക് നല്ലത് അല്ലെങ്കിൽ എനിക്കിതാണ് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനം എടുത്ത് വളരാനുള്ള ഒരു സാഹചര്യം വളരെ ചെറുതിലേ തന്നെ സ്വന്തം പാരൻസ് ഇവരിൽ നിന്ന് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് ഓരോ സിറ്റുവേഷൻ കഴിയുന്നോറും കുറേയൊക്കെ അവർ ഹെൽപ്പ് ചോദിച്ചും ഒക്കെ അവർ നേടിയെടുക്കും. പിന്നെ എല്ലാ സിറ്റുവേഷനിലും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ലൈഫ് ഒരിക്കലും ഈസി അല്ല. അവർ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പൊ ഇങ്ങനെ ലൈഫ് പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവരെ മൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ മറ്റാരും തന്നെ ഉണ്ടായി എന്ന് വരില്ല. ആ ഒരു സമയത്തിന് അവർക്ക് സ്വന്തമായി ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണെങ്കിൽ അവരെങ്ങനെ അവർ സിറ്റുവേഷൻ സർവൈവ് ചെയ്യും? ഇങ്ങനെയുള്ള കുട്ടികളിൽ വളരെ ഉയർന്ന രീതിയിൽ ഡിപ്രഷനും ആങ്സൈറ്റി ലെവലും കണ്ടുവരുന്നു. ഇവർ കുറച്ചധികം കാലം ഇവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ ഇവർ മറ്റ് മെഡിക്കേഷൻസ് പോലും ഇങ്ങനെയുള്ള ആൾക്കാരിൽ എടുക്കേണ്ടി വരുന്നുണ്ട്. കുഞ്ഞിലേ തൊട്ടുള്ള ഈ ഒരു സപ്രഷൻ പിന്നീട് അവർക്ക് വളരെ വലിയൊരു സ്ട്രെസ്സായിട്ട് മാറും. ഒരു പുതിയൊരു സിറ്റുവേഷനിൽ പോകുമ്പോൾ അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും എന്നൊക്കെയുള്ളത് ഇവർക്ക് വളരെ വലിയൊരു ആങ്സൈറ്റിയാണ്. അവരുടെ സെൽഫ് കോൺഫിഡൻസ്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ്. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് പോലും വളരെ കുറഞ്ഞ് അവർ യാതൊരു വിധത്തിലും ഒരു സോഷ്യലി ഇൻവോൾവ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് നിങ്ങൾ പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക. അവരെ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാതയിലുള്ള എല്ലാ കല്ലുകളും നമ്മൾ എടുത്ത് മാറ്റി മാറ്റി പോവുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ വലിയ വലിയ ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ അവനത് തനിയെ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു കുട്ടിയെ വളർത്തുമ്പോൾ നമ്മൾ ഭാവിയിലേക്ക് അവന് സ്വയം സഫിഷ്യൻ്റായി അവന് മറ്റുള്ളവരെയും സഹായിച്ച് അവന് മുന്നേറാൻ കഴിയുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വേണം നമ്മളൊരാളെ വളർത്താൻ.